ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്ത് ചെയ്യാനാണ്, എങ്ങോട്ടാണ് ഈ കാലം പോകുന്നത്? ഇന്നലെ ഞാൻ വലിയ കാര്യത്തെ ചേട്ടൻ്റെ കൂടെ ഒളിച്ചോടിയതാണ്, ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടിയതാണ്. പക്ഷേ ഇന്ന് എനിക്ക് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഒന്നും അറിയാതെ ഇരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഗുരുവായൂർ പുന്നയൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടി. സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി ഒളിച്ചോടിയതാണ്. ഒളിച്ചോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യന്ത്രവന്, ഈ പറയുന്ന ചേച്ചിയുടെ ഭർത്താവ്, അതായത് ചേട്ടന് 3 മക്കളുണ്ട്. 3 മക്കളെയും തട്ടിക്കളഞ്ഞ്, ചേട്ടത്തെയും തട്ടിക്കളഞ്ഞ് ഈ പറയുന്ന അനിയത്തിയുടെ കൂടെ ജീവിക്കാനായിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഒരു ഓട്ടോയിലൊക്കെ ഇരുന്നു കൊണ്ട് നല്ല ഒരു ലൈവ് അങ്ങോട്ട് വിട്ടു. എൻ്റെ ചേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ചേച്ചിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞുകൊണ്ടൊരു ലൈവ്. 2 എണ്ണം കൂടെ തകൃതിയായിട്ട് ലൈവ് ഇട്ടു. ഓട്ടോയിൽ വെച്ചുകൊണ്ട് തന്നെ ഉമ്മയും കൊടുത്ത് ഒരു സംഭവം നമ്മൾ കണ്ടതാ. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി വന്നിട്ട് വേറൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ശമ്പളം കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ, ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, ഞങ്ങളുടെ ശമ്പളം, എൻ്റെ ഒരു ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോകണം, ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോയും പിന്നെ വന്ന് ഈ പെങ്കൊച്ചിട്ടു. എന്തുവായാലും എൻ്റെ പൊന്നനിയത്തി, നീ ആൾ കൊള്ളാം. കാരണം നിൻ്റെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് പോകാനുള്ള നിൻ്റെ ധൈര്യമുണ്ടല്ലോ. അന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് പലരും വന്ന് കമൻറ്റ് ചെയ്തു, ഇനി എവിടെ ഈ പെങ്കൊച്ചിനെ കാണാനായിട്ട് സാധിക്കും, വല്ല ഓടകളിലോ അല്ലെങ്കിൽ ഇവൻ ഉപേക്ഷിച്ച് കളഞ്ഞ ആ പെങ്കൊച്ചിൻ്റെ ജീവിതം എന്താകും എന്ന രീതിയിലൊക്കെ പലരും കമൻറ്റ് ഇട്ടു. അന്നേരമൊക്കെ എനിക്കും തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെങ്കൊച്ചിൻ്റെ അവസ്ഥ എന്താകും? അവൾക്ക് ഇപ്പോൾ തോന്നിയ ഒരു കടിയുടെ ഭാഗമായിട്ട് പോയതാണ്. ഈ 19ാമത്തെ വയസ്സിൽ തൊട്ട് അവനോടൊരു ഇഷ്ടം തോന്നിയെന്നും, അത് കഴിഞ്ഞ് 22ാമത്തെ വയസ്സിൽ, അതായത് അവന് 3 പിള്ളേരൊക്കെ ഉണ്ട്, ചേച്ചിയുമായിട്ട് നല്ല രീതിയിൽ ഇവൻ നടന്നുകൊണ്ടിരുന്നവനായിരിക്കണം, അല്ലെ ഇങ്ങനെ 3 പിള്ളേരുണ്ടാകുന്നത്. അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് ഇവക്ക് ഈ പറയുന്ന അനിയത്തിക്ക് അവനോട് ഇഷ്ടം തോന്നുന്നതും അവൻ്റെ കൂടെ പോകണമെന്ന് തോന്നുന്നതും. അങ്ങനെ ഇറങ്ങി അവൻ്റെ കൂടെ പോയിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് അവർ പറയുന്നുണ്ടായിരുന്നു, ചേച്ചിക്ക് ഇതെല്ലാം അറിയാമെന്ന്. കാരണം ഇവർ തമ്മിൽ ആവശ്യമില്ലാത്തത് നടക്കുന്നത് കണ്ടപ്പോൾ ആ ചേട്ടത്തി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും 19ാമത്തെ വയസ്സിൽ തൊട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അതായത് ചേട്ടൻ ആ വീട്ടിലെത്തിയ അന്ന് തൊട്ട് അവനോടൊരു താല്പര്യം, അവനും തിരിച്ച് അതുപോലൊരു താല്പര്യം. ആ താല്പര്യം മൂത്തിട്ടാണ് എങ്ങനെ ഇവർ ഒന്നിച്ച് പോയത്. ഞാനിട്ട് ആ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് വന്നിരുന്നു. ആ കമൻറ്റ് ഞാനൊന്ന് വായിക്കാം. ആ കമൻറ്റ് വായിച്ചപ്പോൾ അന്നേരം തന്നെ എനിക്കൊരു സംശയം തോന്നി, ഇതുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അന്നേരം അതൊരു വീഡിയോ ഇടാത്തത്. കാരണം ഒരു കമൻ്റ് അല്ലേ, ആ കമൻറ്റ് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ വീഡിയോ ഇടാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് വിട്ട് കളഞ്ഞതാണ്. പിന്നെ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാനായിട്ടുള്ള ഒരു സമയവും കിട്ടിയില്ല, ഞാൻ ഇച്ചിരി തിരക്കിലായിപ്പോയി. അപ്പോൾ ഞാൻ ആ ഒരു കമൻറ്റ് വായിക്കാം. എൻ്റെ അടുത്താണ് ഈ സംഭവം. ഇന്നത്തെ ന്യൂസ് കേട്ടത് അവളെ അവൻ ഉപേക്ഷിച്ച് പോയി എന്ന്. പോലീസ് ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ അവൾ എങ്ങോട്ടെങ്കിലും പൊക്കോട്ടെ, ഇവിടെ അവളെ കയറ്റില്ല എന്ന് വീട്ടുകാർ തറപ്പിച്ചു പറഞ്ഞത്രേ. അവൾ ഇനി അനാഥാലയത്തിലേക്ക് പോകുമെന്നാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമൻറ്റാണ് വന്നത്. അപ്പോൾ അതിന് താഴെ നിരവധി പേര് ആൾക്കാർ ചോദിച്ചു, ഇതെവിടെയാണ് പ്ലേസ്, സത്യമാണോ കോട്ടയമാണോ, അതോടൊപ്പം തന്നെ ഇത്ര പെട്ടെന്ന് തീരുമാനമായോ, 2 ആൾക്കും ഇണപിരിയാൻ പറ്റില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളൊക്കെ അതിന് തൊട്ട് താഴെ വന്നു. അപ്പോഴും ഈ ഒരു സംഭവം ശരി അങ്ങനെ ആയി കാണുമോ എന്നൊരു ഡൗട്ട് തോന്നിയെങ്കിലും പക്ഷേ അതിനെക്കുറിച്ച് വീഡിയോ ഇടാനോ അതിനുള്ള ഒരു സമയമോ എനിക്ക് കിട്ടിയിരുന്നില്ല. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ചാനലിൽ ഈ പറയുന്ന ഇതേ വ്യക്തി ആയിരിക്കണം ഒരു വോയിസ് നോട്ട് ഇട്ടിട്ടുണ്ട്. ആ വോയിസ് നോട്ടിൻ്റെ അകത്ത് പറയുന്നത്, ഈ അനിയത്തിക്കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് ഈ പറയുന്ന ചേട്ടത്തിയുടെ ഭർത്താവ് പോയി, അവന് പറഞ്ഞത്ര അങ്ങോട്ട് സെറ്റായി കാണത്തില്ല, അവൻ ഉദ്ദേശിച്ചത്ര അങ്ങോട്ട് ഗെറ്റപ്പായി കാണത്തില്ല എന്ന് തോന്നുന്നു. എന്തായാലും ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. ഞാൻ ഇപ്പോൾ വീഡിയോ അല്ലേ, ആ വീഡിയോയിൽ സംഭവം വേറെ ഒന്നുമില്ല. ഇവൻ ഇവളിപ്പോൾ വേണമെന്ന് പറഞ്ഞു. അവൻ പോയി, കാശൊക്കെ തീർന്നു, മൊബൈലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഗുരുവായൂരിൽ ഒരാളെ കണ്ട് പോലീസിൽ അറിയിച്ച് അങ്ങനെയാണ് നാട്ടിൽ തിരിച്ചു വരുന്നതും. അങ്ങനെ കയ്യിലുള്ള കാശൊക്കെ തീർന്നു, ഗുരുവായൂരിൽ റൂം എടുത്തു, ഫോണൊക്കെ അങ്ങോട്ട് വിറ്റിട്ടാണ് റൂം എടുത്തത്. ഇതൊന്നും അല്ലായിരുന്നു പറഞ്ഞത്, എങ്ങനെയോ ജീവിക്കും, ഞങ്ങളെ തിരക്കാൻ വരരുതേ, ഞങ്ങൾ അങ്ങനെ നല്ല സമ്പൽ സമൃദ്ധിയോടെയും സമാധാനത്തോടെയും എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ഞാൻ ജീവിക്കുമെന്നായിരുന്നു ഈ അനിയത്തിക്കുട്ടി പറഞ്ഞത്. അനിയത്തിക്കുട്ടിയുടെ ആ ഒരു ഉത്സാഹവും ആ പ്രസരിപ്പും ഒക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ തോന്നി, ഇതങ്ങ് കലക്കി ജീവിക്കുമെന്ന്. എവിടെ ജീവിക്കാൻ, ഇതിപ്പോൾ ഒടുവിൽ എന്തായി, പവനായി ശവമായി എന്ന രീതിയിലായി. അത്രേ ഉള്ളൂ. അതായത് പെൺകുട്ടികൾ ഒന്ന് വിചാരിക്കണം, നിങ്ങൾ കാണുന്ന പോലെ ഒന്നുമല്ല, പുറത്ത് കാണുന്ന പോലെ ഒന്നുമല്ല ഇവന്മാരുടെയൊക്കെ ഉള്ളു. അതും നീ നിൻ്റെ ചേട്ടത്തെയും വഞ്ചിച്ചിട്ടാണ് പോയത് എന്നുള്ള ഒരു ഓർമ്മയും എൻ്റെ പൊന്നു കുഞ്ഞെ നിനക്ക് വേണമായിരുന്നു. നീ അത് ചെയ്യാതെ നീ വലിയ ആരത്തെ അങ്ങ് ജീവിക്കാനും സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി പോയതല്ലയോ? ഓക്കെ, പറയട്ടെ. നാട്ടിൽ വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞ് പോയി. നാട്ടിൽ വരുന്ന മുമ്പ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അവരുടെ അമ്മയച്ഛനും അവനെ കയറ്റിയിട്ടില്ല വീട്ടിലൊന്നും. എങ്ങനെ കയറ്റുമെന്നേ? എങ്ങനെ കയറ്റും ഇവനെ വീട്ടിൽ കയറ്റുമോ, അല്ലെ അവളെ വീട്ടിൽ കയറ്റുമോ? സ്വന്തം ഭാര്യയെ 3 മക്കളെ ഉപേക്ഷിച്ച് അനിയത്തിയോട് കൂടെ പോയവരെ വീട്ടിൽ കയറ്റുമോ?
എന്തൊക്കെയായിരുന്നു ഓട്ടോയിലിരുന്ന് ഉമ്മ വെപ്പ്, പരസ്പരം ഉമ്മ വെപ്പ്. എന്താ എൻജോയ്മെൻ്റ് ആയിരുന്നു. പോയി നല്ലപോലെ അങ്ങ് എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് രണ്ടുപേർക്കും വേണ്ട, അല്ലെങ്കിൽ അവന് വേണ്ടാന്ന് തോന്നിയത്. രണ്ടുപേർക്കും അല്ല, അവന് വേണ്ടാന്ന് തോന്നിയത്. അവൻ്റെ പരിപാടി അവൻ ചെയ്തു, അത്രേ ഉള്ളൂ. കയറണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മോളിലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. പിന്നെ ഇപ്പോൾ അവളെന്തോ മുസ്ലിംസ് ആകാൻ പോകും. കൊള്ളാമല്ലോ. അതിൽ അനാഥാലയത്തിലേക്ക് പോകുമെന്നാണ് ആ മെസ്സേജ് കണ്ടത്. പക്ഷേ ഇതിൻ്റെ അകത്ത് പറയുന്നു അവൾ മുസ്ലിം ആകാൻ വേണ്ടി പോകാമെന്ന്. അല്ല, മുസ്ലിം ആയതുകൊണ്ട് ഇപ്പോൾ എന്ത് കാണിക്കാനാ? മുസ്ലിം ആയിക്കൊണ്ട് നിനക്കിപ്പോൾ എന്ത് കിട്ടാനാണ്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അവിടെ പോയിട്ട് ഇനി അത് പർദ്ദയെ കിട്ടിട്ട് ഇനി അവിടുന്ന് വേറെ പിള്ളേരെ വല്ല പൊക്കാനാണോ? എനിക്ക് പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. അതെന്തൊരു ലോജിക്കാ? നീ പോ, നീ അവിടെ എങ്കിൽ അവിടെ എവിടെയെങ്കിലും പോ. അവിടെ ചെന്നാൽ ഇങ്ങനെയുള്ളവരെ അവർ കയറ്റുമോ ഇല്ലയോ എന്നറിയത്തില്ല, എന്നാലും പോ എന്ന് പറഞ്ഞു നടക്കാമെന്ന് ഞാൻ അറിഞ്ഞത്. വീടിനടുത്തുള്ള ഒരു ചേച്ചിയുണ്ട്, നമുക്കറിയാവുന്ന ഒരു ഫാമിലിക്കാരൻ, പുള്ളിക്കാരനായിട്ട് നമ്മൾ അറിയാവുന്ന. അപ്പോൾ അവരാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. വീട് തൊട്ടടുത്തുള്ളവർ തന്നെയാണ് അവർ. അപ്പോൾ ഇതിനകത്ത് പുള്ളിക്കാരൻ പറയുന്നത് വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞു എന്നാണ്. ആ ചേച്ചിയും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ആ ചേച്ചി പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കി. ഇപ്പോൾ ഇവള് മുസ്ലിമാവാൻ നടക്കുക. ഇവർ രണ്ടാളും തിരിച്ചു വന്നത് കയ്യിൽ പൈസയൊക്കെ കഴിഞ്ഞിട്ട് ഫോണൊക്കെ വിറ്റ്. അപ്പോൾ ഇവർ ഗുരുവായൂർക്ക് തിരിച്ചു വന്നിട്ട് ഇവരവിടെ നിൽക്കണപ്പോൾ ഒരു കസ്റ്റം വിളിച്ച് പറഞ്ഞതാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോയി. അപ്പോൾ ഫാമിലിത്തെ ആൾക്കാർ പറഞ്ഞു, അച്ഛനമ്മയോ എല്ലാവരും പറഞ്ഞു അതിന് വേണ്ട, ഞങ്ങൾക്ക് ഇനി വേണ്ടാന്ന് പറഞ്ഞു. അവരിട്ടിട്ട് പോയി, ആ ചെക്കിട്ടിട്ട് പോയി, ചേച്ചിയുടെ ഭർത്താവ് ഇട്ടിട്ട് പോയി. ഇനി വേണ്ട, ഇനിയിപ്പോൾ ഇത് അനാഥാലയത്തേക്ക് ആക്കി. ഇപ്പോൾ അവൾ പറയും ഞാൻ മുസ്ലിം ആവാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് ആ അയൽവക്കക്കാരി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് അനാഥാലയത്തിലേക്ക് കൊണ്ട് ആക്കിയെന്നും പറഞ്ഞിട്ട് അവൻ വിട്ടിട്ട് പോയെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ മുസ്ലിം ആകാനായിട്ട് തീരുമാനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിം ആകാനായിട്ട് നടക്കുക എന്നും പറയുന്നുണ്ട്. എൻ്റെ കൊച്ചേ, എന്തൊക്കെയായി കേൾക്കണേ. നീ ഏതാണ്ട് ഓറഞ്ച് ആണെന്ന് കണ്ട് നീ പോയതാ. പക്ഷേ നിനക്ക് അവിടെ എന്താ സംഭവിച്ചത്? ഓറഞ്ചും കിട്ടിയില്ല, ഒരു മാങ്ങാത്തൊലിയും കിട്ടിയില്ല. അതല്ലേ ഇവിടെ സംഭവിച്ചത്? നീ അവൻ്റെ കൂടെ പോയത് സുഖമായിട്ട് ജീവിക്കാനും അവൻ നിന്നെ അങ്ങ് കൈവെള്ളം കൊണ്ട് നടക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പോയതാ. എടി, അന്നേ ഞാൻ പറഞ്ഞു, ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, അവൻ അവൻ്റെ ഭാര്യയും 3 പിള്ളേരെയും കളഞ്ഞിട്ട് നിൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവന് സ്നേഹമല്ല, അവന് മറ്റു പല ഉദ്ദേശങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് അവൻ എത്തിയത്. പിന്നെ നിൻ്റെ കൂടെ ഇത്രയും പെട്ടെന്ന് വരാനുള്ള കാരണം അവന് ഒളിച്ചും മറഞ്ഞും ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ഭാര്യ കണ്ടു. അന്നേരമാണ് അവൻ നിൻ്റെ കൂടെ വരാനായിട്ട് തോന്നിയത്. അതുമല്ല, നിനക്കങ്ങ് ആത്മാർത്ഥമായ പ്രണയവും തോന്നി. അതുകൊണ്ടൊക്കെയാണ് അവൻ കൂടെ വന്നത്. കൂടെ വന്ന് നിന്നെ ഒന്ന് സമാധാനിപ്പിക്കാം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് അവൻ വന്നതാണ്. അല്ല എങ്കിൽ നിന്നെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിയാനായിട്ട് അവൻ കൂടെ വന്നതാണെന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. അല്ലാതെ നിന്നോടുള്ള ആത്മാർത്ഥ പ്രണയമൊന്നുമല്ല. സ്വന്തം കൂടപ്പറപ്പിനെ വഞ്ചിച്ചിട്ട് വന്ന നിനക്കിതിൽ കൂടുതൽ എന്താ കൊച്ചെ കിട്ടേണ്ടത്? എന്താ കിട്ടേണ്ടത്? ഇപ്പം നീ അനാഥാലയത്തിൽ പോവുക, പിന്നെ വീട്ടുകാരെയും കയറ്റുമോ? നിൻ്റെ ജീവിതം പോയില്ലേ? ഇത് പഠിക്കേണ്ടത് ഓരോ പെൺകുട്ടികളും പഠിക്കേണ്ട ഓരോ പാഠങ്ങളാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം, നിങ്ങൾ വിലയിരുത്തി നോക്കണം. ഇതുപോലെയുള്ള നാറുകളെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. സ്വന്തം ചേച്ചിയുടെ ഭർത്താവ് അവനാണ് അനിയത്തിയുമായിട്ട് 19ാമത്തെ വയസ്സിൽ തുടങ്ങിയത്, 22ാമത്തെ വയസ്സിൽ ഇങ്ങനെ അവരുടെ ആ ഒരു കഴിഞ്ഞപ്പോൾ അത്ര തന്നെ. ഞാൻ ഒന്ന് വെളിയിൽ പോയി കൂടി നോക്കാമെന്ന് വിചാരിച്ചു. വെളിയിൽ പോയി ഓട്ടോയിൽ വെച്ചും ലോഡ്ജിലുമൊക്കെ പോയി ഫോണൊക്കെ വിറ്റ് കാര്യങ്ങളൊക്കെ നടത്തി. ഒടുവിൽ കയ്യിൽ സംഭവമില്ല, ശമ്പളം വന്നാൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അവൻ്റെ ലാന്നിൽ ഒരു മാങ്ങാത്തൊലിയുമില്ല. എന്നാടി കൊച്ചേ, എന്താ നമ്മൾ ഈ കേൾക്കണേ? എന്തുമായാലും നിനക്ക് സന്തോഷമായല്ലോ. ഇനി നീ മുസ്ലിം ആകുകയോ നീ അനാഥാലയത്തിൽ പോയി കിടക്കുകയോ ചെയ്യും. എന്തുമായാലും നിൻ്റെ ജീവൻ പോകാതിരുന്നത് ഭാഗ്യം. അവൻ നിന്നെ തട്ടിക്കളയാതിരുന്നതും വലിയ ഭാഗ്യം. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.